മബിശ്രീ ഹോം വെയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തക്കാളിയുടെ വീഡിയോയാണേ. അപ്പോൾ തക്കാളി പൂവായതും കായായതും അതിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതേ തക്കാളി പഴുത്തിട്ടുണ്ട്. വലിപ്പം കുറവാണ്, എന്നാലും 2-3 ചട്ടിയിലെ തക്കാളി ഉണ്ടായിട്ടുണ്ട്, നല്ലതുപോലെ ഉണ്ടായിട്ടുമുണ്ട്. പഴുത്തിട്ട് 2-3 തക്കാളി പഴുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലും പഴുത്തിട്ടുണ്ട്. ഇതിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. വലിപ്പം കുറവാണ് കേട്ടോ. ഞാൻ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലല്ലോ, കമ്പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നു. സ്ലറി അല്ലേ ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇതേ കണ്ടോ, ഇതിലും 2 എണ്ണം പഴുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ തക്കാളിക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതിലും ഉണ്ടായിട്ടുണ്ട് കണ്ടോ, ഇതിൽ ചെറുതൊന്ന് പഴുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മുഴുവനും പഴുക്കാറായി കണ്ടോ. കുഞ്ഞു കായാണ്, വലിയ കായല്ല കേട്ടോ. ഞാനെന്ന് വെച്ചാൽ വളം കൂടുതലും ഇട്ട് കൊടുത്തില്ല. സ്ലറി മാത്രം ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. സ്ലറി എന്ന് പറഞ്ഞാൽ ചാണകവെള്ളവും ഗോമൂത്രവും കൂടെ പുളിപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ 1-2 പ്രാവശ്യം കണ്ട കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും പുളിപ്പിച്ച് കൊടുത്തുള്ളൂ. പിന്നെ കമ്പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല. അത് ഇട്ട് കൊടുക്കാതെ തന്നെ ഇത്രയും എനിക്ക് തക്കാളി ഉണ്ടാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇതിലും നല്ല വിളവ് എടുക്കാൻ പറ്റുമായിരുന്നു. അത് അങ്ങനെ മേടിച്ചിടാനുള്ളൊരു സാഹചര്യത്തിലല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളതും കൊണ്ട് ഞാൻ കൃഷി ചെയ്തെന്നേ ഉള്ളൂ. ഇനി അടുത്ത നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്ന് മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഉണ്ടോ, അതേണ്ട ഒത്തിരി തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇതിനി ഇച്ചിരി കൂടെ നല്ല വലിയ വലിപ്പമാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്ത് ഞാൻ ഇത്തറ്റം വരെ എത്തിച്ചതാണ്. ഇത് കണ്ട് ഇതും താഴേന്ന് തക്കാളി ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഇഷ്ടം പോലെ പൂവുണ്ട്, നിറച്ചും പൂവുണ്ട്. ഇത് ഞാൻ ഈ തക്കാളി ഇന്നാണ് വിളവെടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട്, മാത്രമല്ല പഴുത്ത് കഴിഞ്ഞാൽ ഈ ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ ചെടിക്കും ദോഷമാണേ. അപ്പോൾ അതുകൊണ്ട് തക്കാളി വിളവെടുത്തേക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു തക്കാളിയാണ് കേട്ടോ. ഞാൻ തക്കാളി വീട്ടിലില്ലാത്തത് കൊണ്ട് മിനിഞ്ഞാന്ന് ഞാൻ ചെന്ന് പുറത്തുനിന്ന് തക്കാളി മേടിച്ചതായിരുന്നു. നമുക്കത് വിളവെടുത്തേക്കാം. 2-3 തക്കാളി ആയാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതല്ലേ, അപ്പം അതിൽ നമുക്കൊരു സന്തോഷമല്ലേ. നല്ലതുപോലെ പഴുത്തതും. അപ്പം പഴുത്ത തക്കാളിയെല്ലാം പറിച്ചല്ലോ. ഇനി ഇതിലുണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ടാകാനും ഉണ്ട്. പൂവായതുകൊണ്ട് ഉണ്ടായിട്ടുള്ള തക്കാളിക്ക് നമുക്ക് വളമിടണമല്ലോ. അത് വളമല്ല, ഇപ്പം സ്ലറിയാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. സ്ലറി എന്ന് പറഞ്ഞാൽ കിച്ചൻ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണേ. വേസ്റ്റാണ്. കഞ്ഞിവെള്ളം 3 ദിവസം, ഇതെല്ലാം കൂടെ 3 ദിവസം വെച്ച് പുളിപ്പിച്ചതാണ്. പഴത്തൊലിയുണ്ട്, പഴമുണ്ട്, പിന്നെ വെളുത്തുള്ളി വേസ്റ്റുണ്ട്, ഉള്ളി വേസ്റ്റുണ്ട്, സബോള വേസ്റ്റുണ്ട്, തേയിലയുണ്ട്, ബീട്രൂട്ടിൻ്റെ വേസ്റ്റുണ്ട്, കറിവേപ്പുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം ഞാൻ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണേ. മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് 1.5 കപ്പുണ്ട്. നല്ലതുപോലെ ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടില്ല, തരിതരിയായിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത്. അപ്പം ഇത് ഞാൻ ഇനി വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ 1 കപ്പ് ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഇത് ക്രഷ് ചെയ്തെടുത്തതിന് ഞാൻ 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് നല്ല കൊഴുപ്പുള്ളത് കൊണ്ട് 6 കപ്പ് വെള്ളം എടുക്കുവാണ്. ഇതിന് 1/2 കപ്പിന് 3 കപ്പ്, അങ്ങനെ 9 കപ്പ് വെള്ളം ഞാൻ എടുക്കാൻ പോവാം. ഈ സൈഡിലൊരു നടുക്ക് നീക്കി ഞാൻ കൊടുത്തിട്ട് ഞാൻ ഈ സ്ലറി ഒഴിച്ച് കൊടുക്കുവാണേ. മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കത്തിൽ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഓരോ കപ്പ് വീതം ഒഴിച്ച് കൊടുക്കാം. തക്കാളിയുടെയും ചുവട്ടിൽ സ്ലറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പൂത്തതും പൂക്കാത്തതും കായ്ച്ചതും കായ്ക്കാത്തതും എല്ലാത്തിനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.